ഫോട്ടോയിൽ കാണുന്ന ആളെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടില്ല. ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ആ, ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. ഈ ഫോട്ടോയിലും കാണുന്ന ആള് ഫോണിൽ ബന്ധപ്പെടുന്ന ഒരാൾ തന്നെയാണെന്ന് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിലും അമ്മാമൻ എന്നുള്ള രീതിയിൽ ഞാൻ ഫോണിൽ സംസാരിക്കാറുണ്ട്, വിവരങ്ങൾ വോയിസ് മെസ്സേജ് ഒക്കെ വിടാറുണ്ട്, മറുപടി തരാറുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴാണ്? ഒരു മാസമായിട്ടുണ്ടാവും, ഒരു 1-1.5 മാസമായിട്ടുണ്ടാവും. ആ, വയ്യാതിരിക്കുക. ആ ഫോട്ടോ ചേട്ടന് കാണിച്ചെന്ന് അറിയോ? അത് കാണിച്ചു തരും. കട്ടിലിരിക്കുന്ന ഫോട്ടോ അല്ല? ആ, കട്ടിലിരിക്കുന്ന എൻ്റെ അടുത്തുണ്ട്. ആ ഫോട്ടോ തന്നെയാണ് ചേട്ടൻ ഈ ഫോട്ടോ? ആ, ഇതെന്നെ എൻ്റെ അടുത്തുണ്ട്. ഇതൊരു മാസം മുന്നേ ചേട്ടൻ കണ്ടിരിക്കുന്നതാണ്. ആണോ? അപ്പൊ ഇപ്പൊ പ്രചരിക്കുന്നത് ഈ സുകുമാരക്കുറുപ്പ് അല്ല എന്ന് ചേട്ടൻ ഉറപ്പിച്ച് പറയാൻ പറ്റും? അല്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. അതിനല്ലേ പോലീസുകാരുള്ളത്, ഇന്റലിജൻസ് ഇല്ല, അവര് കണ്ടുപിടിക്കട്ടെ. ഇത് ചേട്ടന്റെ ബന്ധുവാണെന്ന് പറയാൻ കഴിയും? ഇത് ബന്ധുവാണെന്നാണ് എന്റെ 90% ഉറപ്പ്. കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പാസ്പോർട്ടിലെ ഫോട്ടോ കണ്ടപ്പോൾ ചേട്ടൻ എന്താ തോന്നി? അത് ബന്ധുവാണ്? പാസ്പോർട്ടിലെ ഫോട്ടോ എത്ര വർഷത്തെ മുന്നേ ആണ് എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ ഇത് എനിക്ക് ആളെ അയച്ചു തന്നതുകൊണ്ട് ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു 1.5 മാസമായിട്ടുണ്ടാവണം. അന്നിങ്ങനെ സുഖമില്ല എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് വിളിച്ചു, ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനാണ്. അല്ല, ഭാര്യയായിട്ട് ചെറിയൊരു അകലച്ചുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2 മക്കളും അവിടെ തന്നെയാണ്, അവർക്ക് നാഷണാലിറ്റിയൊക്കെ അവിടെ തന്നെയാണ്. ഇല്ലല്ല, നമുക്ക് മലേഷ്യ, ബ്രൂണയും മലേഷ്യ അടുത്തെന്താ 2 മണിക്കൂർ 1 മണിക്കൂർ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഫ്ലൈറ്റിലും പോവാം, കാറിലും പോവാമെന്നാണ് ആള് പറഞ്ഞിരിക്കണത്. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഈ സ്ഥലങ്ങളിലൊന്നും. സുഖമായിട്ട് പോകണം. എന്തൊക്കെയാ വിശേഷങ്ങൾ, മൂപ്പര് പഠിച്ചതും വളർന്നതും കുറേ കഷ്ടപ്പെട്ടു, അതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ, കമ്പനിയിലും ജോലി, ഞാൻ ഗൾഫിലായിരുന്നു, കാര്യങ്ങളൊക്കെ ഞാനും പറയാറുണ്ട്. അല്ലാതെ വേറെ ഞാൻ വിളിച്ചു, എടുക്കുന്നില്ല. വാട്സപ്പിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ ആള് റിസീവ് ചെയ്യുന്നില്ല. അതെ, എൻ്റെ ഭാര്യ. ഞാൻ എന്തിനാ ഞെട്ടുന്നേ? ഉപ്പ് തിന്നുണ്ടെങ്കിൽ അവർ വെള്ളം കുടിക്കട്ടെ, അതിൽ നമുക്ക് തോന്നുന്നില്ലല്ലോ. അവർ കുടുംബം അവിടെ അറിയല്ലേ, ചാക്കോ ചേട്ടൻ്റെ. അപ്പൊ അത് ഞെട്ടാനൊന്നുമില്ല. അതുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കണം, നിയമം അങ്ങനത്തെ വെച്ചാൽ അതിന്റെ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അതിപ്പോ ഈ കണ്ട ഫോട്ടോ ഒക്കെ അമ്മാവന്റെ ആണെന്നാണ്ട് വിശ്വാസം. കാരണം ഞാൻ നേരിൽ കാണാത്ത ആളാണ്. അപ്പൊ ആളെ അതെ അതെ അതെ, എന്റെ 2003 കല്യാണം കഴിഞ്ഞത്. 2000 വന്നു പോയതാ. അപ്പൊ അയാൾ വന്നു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് എന്റെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ അയാൾ ആവും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ അയാൾ അയച്ചു തരുമ്പോ അതിലൊരു വേറൊരു നുണ പറയേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കല്ല. അതൊക്കെ അന്വേഷിക്കാൻ അവരാരൊക്കെ ഒന്ന് പോയിട്ടുണ്ടല്ലോ, റിപ്പോർട്ടർ ടിവിയുടെ ആരൊക്കെ പോയിട്ടുണ്ട്. അവർ പോയി അന്വേഷിക്കട്ടെ, സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരട്ടെ. ഇനി ഇങ്ങനെയുള്ള ഈ പരിപാടികളൊന്ന് നിർത്തിയാൽ കുറച്ച് നന്നായിരുന്നു. കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. ഇപ്പം ഇന്നലെ 3 മണിയാകുമ്പോൾ തുടങ്ങിയിട്ട് എൻ്റെ വൈഫിന് കരയാണ്, അവർ വന്ന് ഇവർ വന്ന് ഇനിയിപ്പോൾ ആരൊക്കെ ഇനിയിപ്പോൾ പോലീസ് അവിടുന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അറിയില്ല, ഞാനതൊന്നിക്ക് ചോദിക്കാൻ. ഞാൻ ഇന്നലെ രാവിലെ ഡ്യൂട്ടിക്ക് പോയത്, ഇപ്പോഴും ഡ്യൂട്ടിയിൽ നിന്ന് വരിക. സെക്യൂരിറ്റിയാണ്, സെക്യൂരിറ്റി ജോലി ചെയ്തിട്ട് 1 മണിക്കൂർ പെർമിഷൻ വാങ്ങിയിട്ട് വന്നിരിക്കുക. കാരണം ഇയാൾ ഇവിടെ കരയാണ്, വൈഫ്. അല്ല, അതൊക്കെ അവര് ഒഫീഷ്യലി കാര്യങ്ങളല്ലേ, അതൊക്കെ അവരെങ്ങനെ വെച്ചാൽ അന്വേഷിച്ചിട്ട് നല്ല തീരുമാനത്തിലെത്തട്ടെ. ഫോൺ ഇന്നലെ ഞാൻ റിങ് അടിച്ചപ്പോ റിങ് അടിക്കുന്നുണ്ട്, റിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയില്ല കേട്ടോ. ഇപ്പൊ തിരക്കാണെങ്കിലോ ഡിസ്റ്റർബ് ആവണ്ടെന്ന്. ഇന്നലെ വൈകിട്ട് ഇത് കരഞ്ഞപ്പോ ഞാൻ വിളിച്ചു, ഫുള്ള് റിങ് അടിച്ചു, ആളെ എടുക്കുന്നില്ല. അവര് ഊണ് കഴിക്കുകയാണോന്നോ ഉറങ്ങുകയാണോ അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നറിയില്ല. കണ്ടാൽ തിരിച്ച് വിളിക്കും എന്ന് വിചാരിച്ചു, ഇതുവരെ വിളിച്ചിട്ടുമില്ല. ഉഷ എന്നാണ് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത്. ആ, കൊല്ലംകോട്, പാലക്കാട് അടുത്ത്. അതും ഞാൻ വീടൊന്നും കണ്ടിട്ടില്ല, ഭാര്യേനെയും കണ്ടിട്ടില്ല, മക്കളെയും കണ്ടിട്ടില്ല. ആ, എല്ലാവരും മലേഷ്യയിലാണ്. ഒരാൾ ഡോക്ടറും ഒരാൾ എഞ്ചിനീയർ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേരിട്ട് ആരും കണ്ടിട്ടൊന്നുമില്ല.